വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് ഭീഷണി കേസിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി. രൂപേഷ്, കന്യാകുമാരി, അനൂപ്, ബാബു ഇബ്രാഹിം തുടങ്ങിയവരാണ് കുറ്റക്കാർ. ആയുധ നിയമവും ഗൂഢാലോചന കുറ്റങ്ങളും നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഉത്തരവിൽ എന്തൊക്കെ പറയും? 2014 വെള്ളമുണ്ടയിലെ ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. 4 പ്രതികളാണ്, 4 മാവോയിസ്റ്റ് പ്രവർത്തകരാണ് ഈ ആക്രമണം ഉണ്ടാക്കിയത്, ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. അതിൽ വെള്ളമുണ്ട സ്വദേശിയായ പ്രമോദിന്റെ, സിവിൽ പോലീസ് ഓഫീസറായ പ്രമോദിന്റെ വീട്ടിൽ കയറി പ്രമോദിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു ഈ കേസിനാസ്പദമായ, NIA അന്വേഷണത്തിനാസ്പദമായ സംഭവം. ഈ കേസിലാണ് 4 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ കൊച്ചി NIA കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇവർ കുറ്റക്കാരാണ് എന്നാണ് UAPA നിയമം അനുസരിച്ച് 4 പേരും കുറ്റക്കാരാണ് എന്നാണ് കൊച്ചി NIA കോടതി കണ്ടെത്തിയത്. മാത്രമല്ല, രൂപേഷും കന്യാകുമാരിയും ആയുധ നിയമവും ഗൂഢാലോചന കുറ്റവും, ഈ കുറ്റങ്ങളും ഇരുവർക്കുമെതിരെ നിലനിൽക്കുമെന്ന കാര്യവും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. രൂപേഷ്, കന്യാകുമാരി, അനൂപ്, ഒപ്പം ബാബു ഇബ്രാഹിം എന്നീ 4 പേരാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇവർക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് അല്പസമയത്തിനുള്ളിൽ കൊച്ചി NIA പ്രത്യേക കോടതി പ്രഖ്യാപിക്കുക.